നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയ കൂടുതൽ പേരെ രക്ഷപ്പെടുത്തുവാൻ പുതിയ ചർച്ചകൾ നടക്കുന്നതായി സൂചന നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസിനെതിരായ യുദ്ധം നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണെന്നും അന്താരാഷ്ട്ര സമ്മർദ്ദവും അസഹനീയമായ നഷ്ടങ്ങളും തരണം ചെയ്ത് അന്തിമ വിജയം വരെ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കുന്ന ഖത്തർ പ്രധാനമന്ത്രിയുമായി ഇസ്രായേലിന്റെ മൊസാദ് രഹസ്യാന്വേഷണ ഏജൻസി മേധാവി കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പരാമർശം. ഗാസയിലെ ഹമാസിനുമേൽ ഇസ്രായേൽ സമ്മർദ്ദം തുടരുമെന്നും അവിടെ നിന്ന് ഭീകര സംഘത്തെ ഉന്മൂലനം ചെയ്യുമെന്നും നെതന്യാഹു ആവർത്തിച്ചു. നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു യുദ്ധത്തിലാണ് ഞങ്ങൾ. അതിൽ അന്താരാഷ്ട്ര സമ്മർദ്ദം വകവയ്ക്കാതെ നമ്മുടെ വീണുപോയ യോദ്ധാക്കളുടെ നഷ്ടങ്ങൾക്കിടയിലും വിജയം വരെ തുടരണം, അദ്ദേഹം പറഞ്ഞു. ഇതിനിടെ ഇസ്രായേൽ സൈന്യം അബദ്ധത്തിൽ കൊലപ്പെടുത്തിയ 3 ബന്ദികളുടെ മരണത്തെ അദ്ദേഹം അപലപിച്ചു. അലോൺ ഷംരീസ്, സമദ് അലാൽക്ക, യോതം ഹൈം എന്നിവരെയാണ് സൈന്യം വധിച്ചത്. പുതിയ ബന്ദി ഉടമ്പടി സംബന്ധിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നെതന്യാഹു സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളെ വീണ്ടെടുക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാനാണ് ഇസ്രായേൽ ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഖത്തറിനെതിരെ തങ്ങൾക്ക് കടുത്ത എതിർപ്പുണ്ട്, എന്നാൽ ഇപ്പോൾ ബന്ദികളെ തിരിച്ചെത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇസ്രായേലിന്റെ മുഖ്യ ശത്രുവായ ഇറാനുമായുള്ള ഖത്തറിന്റെ ബന്ധം ഉയർത്തിക്കാട്ടി അദ്ദേഹം പറഞ്ഞു. കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യുന്നതിനായി ഇസ്രായേൽ മൊസാദ് ചാര ഏജൻസിയുടെ തലവൻ ഡേവിഡ് ബാർണിയ വെള്ളിയാഴ്ച യൂറോപ്പിൽ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനുമായി കൂടിക്കാഴ്ച നടത്തി. ഖത്തറും ഈജിപ്തും ചേർന്ന് നടത്തിയ കരാറിൽ ഇസ്രായേൽ പൗരന്മാരും വിദേശികളും ഉൾപ്പെടെ 100-ലധികം ബന്ദികളെ ഹമാസ് കഴിഞ്ഞ മാസം മോചിപ്പിച്ചിരുന്നു. പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിനും ഇസ്രായേൽ സേനയും ഹമാസും തമ്മിലുള്ള പോരാട്ടത്തിൽ വെടിനിർത്തലിന് പകരമായി ബന്ദികളെ മോചിപ്പിച്ചു. ഗാസയിലെ ഇസ്രായേൽ ആക്രമണം നിർത്തിയില്ല എങ്കിൽ ബന്ദികളെ മോചിപ്പിക്കില്ലെന്ന് സംഭവവികാസത്തോട് പ്രതികരിച്ചുകൊണ്ട് ഹമാസ് പറഞ്ഞു. നമ്മുടെ ജനങ്ങൾക്കെതിരായ ആക്രമണം എന്നേക്കുമായി അവസാനിപ്പിച്ചില്ല എങ്കിൽ തടവുകാരെ കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഒരു ചർച്ചയും ആരംഭിക്കില്ല. ഈ നിലപാട് എല്ലാ മധ്യസ്ഥരോടും അറിയിച്ചിട്ടുണ്ട് എന്ന് ഹമാസ് വ്യക്തമാക്കി. സൈനിക പ്രവർത്തനങ്ങൾ കുറയ്ക്കുവാനും ഉന്നത ഹമാസ് നേതാക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും സഖ്യകക്ഷികളായ US-ൽ നിന്ന് വീണ്ടും ആഹ്വാനമുണ്ടായിട്ടും ഇസ്രായേൽ ഗാസയിലുടനീളം ആക്രമണം നടത്തുകയാണ്. പാലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ശനിയാഴ്ച ഡസൻ കണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തു. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 20 പാലസ്തീനികളെ തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിലെ നാസർ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലെ 3 വീടുകളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 3 ഡസൻ ആളുകൾ കൊല്ലപ്പെട്ടതായി പാലസ്തീന്റെ വാഫ ഏജൻസി അറിയിച്ചു. ശനിയാഴ്ച ഇറാൻ പിന്തുണയുള്ള യമനിലെ ഹുത്തികൾ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ ചെങ്കടൽ റിസോർട്ടായ എയിലാറ്റിൽ ആക്രമണം നടത്തി. തങ്ങളുടെ ഡിസ്ട്രോയർ കാർണി 14 ഹൂതി ഡ്രോണുകൾ ചെങ്കടലിൽ വെടിവെച്ചിട്ടതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കൂടാതെ മർച്ചന്റ് ഷിപ്പിങ്ങിന് ലക്ഷ്യമിട്ടെത്തിയ ഡ്രോണിനെ യുദ്ധക്കപ്പൽ വെടിവെച്ചിട്ടതായി UKയും അറിയിച്ചു. നേരത്തെ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളിലാണ് വെടിനിർത്തലിന് ധാരണയായത്. എന്നാൽ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കില്ലെന്ന നിലപാടിൽ തന്നെയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഞങ്ങൾ യുദ്ധത്തിലാണ്, ഞങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതുവരെ യുദ്ധം തുടരും, നെതന്യാഹു പറഞ്ഞതായി ദി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ബന്ദികളുടെ തിരിച്ചുവരവ് സുരക്ഷിതമാക്കുന്നതിനാണ് മുൻഗണനയെന്നും താൻ അതിന് പ്രതിജ്ഞാബദ്ധനാണെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ ഗാസയിൽ ബന്ദിയാക്കപ്പെട്ടവരുടെ കൈമാറ്റം വൈകില്ലെന്ന് ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. മാധ്യമങ്ങൾ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് മധ്യസ്ഥ ചർച്ചകളെ ബാധിക്കും. ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങളെ മാനിക്കുന്നില്ലെന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനി വിമർശിച്ചു. ഹമാസിന്റെയും ഇസ്രായേലിന്റെയും തടവിലുള്ളവരെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടാണ് ചർച്ച നടന്നത്. നന്ദി, നമസ്കാരം.